ചിലപ്പോൾ പറയാറുണ്ട്, യെരുശലേമിലേക്കും ഇസ്രായേലിലേക്കും ദൈവം ദൈവപുത്രനെ അയച്ചിട്ടുള്ളൂ. സൗദി അറേബ്യയിലേക്ക് ദൈവം ദൈവത്തിൻ്റെ ദൂതനെയാണ് അയച്ചത്. ഭാരതത്തിലേക്ക് മാത്രം ദൈവം അഥവാ ഈശ്വരൻ 10 പ്രാവശ്യം ഇവിടെ നേരിട്ട് വന്നു. തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അതിന് കാരണം എന്താ അറിയാം? സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഹിന്ദുധർമ്മം. ഒരു മേലധികാരിയും മുകളിലില്ല, ഒരു മതമേധാവിയും മുകളിലില്ലാതെ പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യം, എതിർക്കാനും സ്വീകരിക്കാനും അനുകൂലിക്കാനും പുച്ഛിക്കാനും വെല്ലുവിളിക്കാനും തമസ്കരിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള ഒരു ധർമ്മം. ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് പുറത്തു നിന്നും അകത്തു നിന്നും പ്രശ്നം ഉണ്ടാവുമെന്നറിയാം. അതറിഞ്ഞുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ രാഷ്ട്രത്തെ, തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ, അത് ഹിന്ദുസ്ഥാനമായിട്ട് പറയുന്നു. ഇപ്പൊ നമ്മള് ആ സിന്ധോ സിന്ധുപര്യന്തം യസ്യ ഭാരതഭൂമികാഹ മാതൃഭൂ പിതൃഭൂ പുണ്യഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത. ഈ ഭാരതഭൂമിയെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും ജ്ഞാനഭൂമിയും കർമ്മഭൂമിയും യജ്ഞഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് അവനെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാരതത്തില് ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ നിങ്ങളോട് പറയുന്നു, ഹിന്ദുക്കൾ തന്നെ ഒരു വിഭാഗം ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ മതപരിവർത്തനത്തിലൂടെ ഹിന്ദു ധർമ്മത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എല്ലാം അടിച്ചു മാറ്റി ഹിന്ദുക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇരുട്ടിൽ നിന്ന് അവർ വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്നത് മഹാസാഗരത്തിൽ നിന്ന് ഹിന്ദുക്കളെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോകലാണെന്ന് ധരിച്ച് യേശു ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങൾ പാപിയാണെന്നങ്ങ് മുദ്ര കുത്തി, എന്നിട്ട് നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേര് കുരിശിലേറിയതാണെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് മതത്തെ ബിസിനസ്സാക്കുന്നു. ഒരു വിഭാഗം ഹിന്ദുക്കളുടെ ശത്രുക്കളായിട്ട് പുരോഗമനത്തിന്റെ പേരില്, നവോത്ഥാനത്തിന്റെ പേരില്, ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയാക്കുന്നതിന്റെ പേരില്, ഞങ്ങളാണ് നവോത്ഥാന നായകന്മാരെന്ന് വരുത്തി തീർക്കാനുള്ളതിന്റെ ധാർഷ്ട്യത്തില് ഒരു വിഭാഗം ഹിന്ദുക്കൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിനെ ഇല്ലാതെയാക്കുന്നു. ഒരു വിഭാഗം ക്രിസ്ത്യാനികള്, മറ്റൊരു വിഭാഗം നമ്മുടെ സംസ്കാരത്തെ നേരിട്ടല്ലെങ്കിലും എണ്ണത്തിലും അതുപോലെ തന്നെ ലവ് ജിഹാദ് പോലെയുള്ളതിലും എല്ലാം വിഗ്രഹാരാധകരെ തച്ചുടയ്ക്കുക എന്ന 1300 വർഷത്തെ അവരുടെ ലിഖിതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം 3 പിന്നെ ഇതിലെല്ലാത്തിലും കൂടി പെട്ടു എന്ന് പറയുന്ന കുറെ പുരോഗമനവാദികള്, അല്ലെങ്കിൽ നിരീശ്വരവാദികള്, യുക്തിവാദികള്, മറ്റൊരു മതത്തെയും തൊടാതെ ഹിന്ദുക്കളെ മാത്രം അവഹേളിച്ച് അവര് പലപ്പോഴും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകള്, സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകള്, പുരോഗമനവാദികളുടെ സംഘടനകള്, എഴുത്തുകാരുടെ സംഘടനകള്, അധ്യാപകരുടെ സംഘടനകള്, അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനകള്, ഇങ്ങനെ ഓരോ തരത്തിൽ, പിന്നെ പാർട്ടി പ്രവർത്തകരുടെ, സ്ത്രീകളുടെ തുടങ്ങിയ സംഘടനകളിലൂടെ നമ്മളെ ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ ഒരു പക്ഷേ ചക്രവ്യൂഹത്തിനകത്ത് നമ്മൾ പെട്ടതുപോലെ തോന്നും. പക്ഷെ ഒന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 അവതാരങ്ങള് ദൈവം തന്നെ ഇവിടെ ഇറങ്ങി വന്നതാ. പന്നിയായിട്ടും നരസിംഹമായിട്ടും എല്ലാം വന്ന ഈ ഭാരതത്തില് ഈ ധർമ്മം തളരില്ല, തകരില്ല, വരളില്ല, അത് വളരും. ഇനിയുള്ള ഒരു അവതാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ. ഇന്ന് ഹിന്ദുക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മാതിരി മറ്റാരും ഉപയോഗിക്കില്ല. ശിവലിംഗത്തെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനി ഒരു കമന്റ് പച്ച തെറിയായിട്ട് എനിക്ക് എഴുതി യൂട്യൂബില്, നേരിട്ടല്ല, യൂട്യൂബിന്റെ ചുവട്ടിലെ കമന്റ്. ഞാൻ അതിന് പച്ച തെറിയായിട്ട് എന്നെ ഉത്തരം കൊടുത്തു. അപ്പോഴാ യഥാർത്ഥത്തിൽ ഹിന്ദു സ്ത്രീകളും പുരുഷന്മാരും
തിരിച്ച് പച്ച തെറിയായിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി എത്തിയതായിട്ട് ഞാൻ അറിഞ്ഞത്. ഇത്ര ഷാർപ്പായിട്ട് തിരിച്ചു കൊടുക്കാൻ സോഷ്യൽ മീഡിയ, അത് പോസിറ്റീവ് വേണ്ടിയിടത്ത് അസാധാരണ പോസിറ്റീവ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 11ാമത്തെ അവതാരം സോഷ്യൽ മീഡിയ, 12ാമത്തെ അവതാരം ശരിക്കും ബി കുമാരപിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളൊക്കെ കുറേ പേരുണ്ട്. കുര്യൻ CC എന്നുണ്ട്, ജയലക്ഷ്മി ഉണ്ട് തലശ്ശേരിയിൽ നിന്ന്, ഡിമൽ മാത്യു ഉണ്ട്, ഷീല മാത്യു ഉള്ളവരുണ്ട്, നമ്മുടെ തോമസ് മുറ്റത്തുകുന്നേൽ ഉള്ളവരുണ്ട്, തോമസ് തുണ്ടിപ്പറമ്പിലുള്ള അദ്ദേഹമുണ്ട്. എത്ര എല്ലാ മതത്തിലുള്ളവരും ഇന്ന് ഈ ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിനും അതിനെ ചക്രവ്യൂഹത്തിൻ്റെ അകത്തുപെടുത്തിയിട്ട് ചക്രശ്വാസം വലിപ്പിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ, പച്ച തെറി വേണമെങ്കിൽ പച്ച തെറി വരെ പറയാൻ ഹിന്ദു പഠിച്ചു. 8 മാസം മുമ്പ് ഉറങ്ങിക്കിടന്ന ഹിന്ദു അല്ല ഇന്നത്തെ ഹിന്ദു എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാ ഹിന്ദു സംഘടനകളും ഒരുമിച്ച് വരുന്നു. ഇപ്പോഴും അപസ്വരങ്ങളില്ല, അപഭ്രംശങ്ങളില്ല. ഇന്നത്തെ രാത്രി സന്ദേശം അത്രയ്ക്കും പോസിറ്റീവായോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. പ്രണാമം. ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, വിലയിരുത്തിക്കൊണ്ടാണ് പറയുന്നത്, വികാരത്തിന്റെ പുറത്തല്ലെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.